ഹായ്, സമയം 12:50. നമ്മളിന്ന് രണ്ട് പൊസിഷൻ ഉണ്ടാവണം. ഓക്കെ, പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ പൊസിഷൻ വരുന്നത്. അല്ല, ഇതാണ് എൻട്രീസ് ആണ്. പൊസിഷൻ വരുന്നത് ഏകദേശം 1958 നമ്മളിന്ന് ബുക്ക് ചെയ്ത പ്രോഫിറ്റ്. ഓക്കെ, നമുക്ക് 2,700 ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കണക്കാക്കാം. പിന്നെ നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് ഒന്ന് നമ്മളെ 1 hour ബ്രേക്കൗട്ട് തന്നെയാണ്. ഇതാണ് റേഞ്ച് ഫസ്റ്റത്തെ 1 hour. ഈ റേഞ്ച് 1, 2, 3, 4 ഈ 4 ക്യാൻഡിലാണ് ഫസ്റ്റത്തെ 1 hour. അവിടുന്ന് ബ്രേക്കൗട്ട് വന്ന് ടാർഗറ്റ് കിട്ടി. അതാണ് നമ്മളെ ഒരു ട്രേഡ്. പിന്നെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നത് ഇന്ന് മോർണിംഗിലാണ്. ആക്ച്വലി അത് ഏതാ ട്രേഡ് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ പ്രൊഫൈലിൽ ഒരു പി ഷേപ്പ്, നമുക്ക് പി ഷേപ്പിൻ്റെ ഡൗൺ സൈഡ് നമ്മളെ റെഫറൻസ് പോയിൻ്റ് ആവും. ഇൻട്രാഡേക്ക് നമ്മൾ ആ റെഫറൻസ് പോയിന്റ് കീപ്പ് ചെയ്യും. ഓക്കെ, അവിടെ വന്നിട്ട് വാട്ടർ ഫോളിൽ സപ്പോർട്ട് കണ്ടപ്പോഴാണ് നമ്മൾ ആ എൻട്രി എടുത്തത്. ഞാനിവിടെ മാർക്ക് ചെയ്തത് തലേദിവസം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് 4,990. ഇവിടുന്നാണ് നമ്മൾ ആ ഫസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളത് മാക്സിമം റൈഡ് ചെയ്യിക്കാനാണ് ട്രൈ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഇവിടെ വന്ന് മാർക്കറ്റ് കയറി തിരിച്ച് 9:45 to 10:15 ഇടയിൽ മാർക്കറ്റ് ഏകദേശം ഇതുവരെ കയറി. പിന്നെ സി സൈഡിലായത് 10:15 to 10:45 ഇടയിൽ വി വാപ്പിൻ്റെ താഴെ വന്നപ്പോഴാണ് നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തത്. അത് ആ എൻട്രി വരുന്നത് ഫസ്റ്റ് എൻട്രി നമ്മൾ എടുത്തത് സിംഗിൾ ക്വാണ്ടിറ്റി 9:37 നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. 310 മേടിച്ച് 360 വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സിറ്റ് ചെയ്ത് 330, ഏകദേശം 500 അതിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 11:09 നമ്മൾ സെക്കൻഡ് പൊസിഷൻ 100 ക്വാണ്ടിറ്റി നമ്മളെ ബ്രേക്കൗട്ട് വന്നപ്പോൾ 357 മേടിച്ചു. അതിൽ 75 ക്വാണ്ടിറ്റി 390 കിട്ടി. പിന്നത്തെ 25 ക്വാണ്ടിറ്റി നമ്മൾ റൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം മാർക്കറ്റ് ഡേ ഫ്രെയിമിൽ ഏകദേശം നമ്മൾ ആ ഒരു ഓൾ ടൈം ഹൈ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. മോർണിംഗ് നല്ല ബൈയിങ് കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ടാവും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് ആ എൻട്രി എന്താ പറയുക, ഇതാണ് നമ്മൾ ടാർഗറ്റ് അടിച്ച സൈഡ് 11:15 to 11:45. നമ്മൾ ഈ ട്രെൻഡേലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. 11:15 to 11:45 ഇടയിൽ ഒരു ഹൈയോ ലോയോ ക്രിയേറ്റ് ആകുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് പോവുകയാണെങ്കിലാണ് നല്ല ട്രെൻഡ് കിട്ടാറ്. ബാക്ക് ടെസ്റ്റിങ് പറയും. നമ്മൾ ഒരുപാട് നാളിങ്ങനെ മാർക്കറ്റിലുള്ളതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ഈ സൈഡ് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ 11:15 to 11:45 ഇടയിൽ വരുന്ന ആ ഒരു ക്യാൻഡിൽ, നമ്മളിവിടുത്തെ 2 ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിലെ വരിക. അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ആ ഒരു 25 ക്വാണ്ടിറ്റി അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ മാർക്കറ്റ് ഇറങ്ങി വന്നതിൻ്റെ ലോ ആണ് കട്ട് ചെയ്ത്. സോ ഞാനവിടെ കോസ്റ്റിന് ഇറങ്ങി. കോസ്റ്റ് വരുമ്പോൾ 2 പോയിൻറ്റ് താഴെ വെച്ചിറങ്ങി. ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടാവും 357. നമ്മൾ ഈ ഒരു 25 ക്വാണ്ടിറ്റി കൊടുത്ത് 355.5, ഏകദേശം 1 രൂപ നഷ്ടത്തിലാണ് ആ ഒരു ക്വാണ്ടിറ്റി, ആ ഒരു 25 ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ പൊസിഷൻ. പിന്നെ വേറെ പൊസിഷനും കാര്യങ്ങളൊന്നും ഇനിയില്ല. ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ നമുക്ക് ഏകദേശം 1,200 ടാക്സ് ഇറക്കുക, 1,200 രൂപ ലോസ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നല്ല ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് മാർക്കറ്റ് നോക്കാം, ഓൾ ടൈം ഹൈ കിട്ടുമോ അതോ കൂടെ കടന്നിട്ട് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവുമെന്ന്. ആക്ച്വലി ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ കേട്ടോ. കാരണം ഇവിടുന്ന് 11:15 to 11:45 ഇടയിൽ ഒരു മൂവ് വരുന്ന ദിവസമാണ് നല്ല അടിപൊളി ട്രെൻഡേ കാണാറ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം പിന്നെ മാർക്കറ്റിൽ വലിയ വോളിയം ഇല്ല. രാവിലെ തൊട്ടിട്ട് തന്നെ വോളിയം കുറവാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. മോർണിംഗിൽ തന്നെ നമ്മൾ കാണാൻ 1 million ഒക്കെ കാണുന്ന അത്ര വോളിയം കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ മോർണിംഗിൽ നല്ല വോളിയം കണ്ടിരുന്നു. ഫസ്റ്റത്തെ അരമണിക്കൂറിൽ ഏകദേശം 1 million അടുത്ത്, 1.15 million അടുത്ത് വോളിയം ഉണ്ടാകും. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു.